എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛനെയും അമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് പോയത്. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ കുന്നത്തമ്പലത്തിൽ, മഞ്ചേരിയിലെ കുന്നത്തമ്പലത്തിൽ പോയിരുന്നു. ഞങ്ങൾ അങ്ങനെ പോവാത്തൊരമ്പലമാണ്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്, അവിടേക്കുള്ളൊരു വഴിയാണിത്. ഇറങ്ങി താഴേക്ക് പോകണം. അപ്പോൾ മഞ്ചേരി പൂരമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കയറി വരുമ്പോൾ അച്ഛനും ഉമ്മർത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം അച്ഛനോടൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് കയറുക. അപ്പോൾ അച്ഛൻ്റെ ചെടികളൊക്കെ പൂത്തതൊക്കെ പറയുകയാണ്. ബോഗൺവില്ലയൊക്കെ പൂത്തിട്ടുണ്ട്, വെള്ള നിറത്തിലുള്ള ബോഗൺവില്ല ഒക്കെ അച്ഛൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ പൂവിട്ടിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അതൊക്കെ പൂടുന്നൊരു സമയമാണ്. അപ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനിങ്ങനെ. മതിലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിറയെ പൂക്കളുണ്ട്. ഇപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഇങ്ങനത്തെ ചെടികളൊക്കെ. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളറുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അകത്തേക്കൊക്കെ കയറി. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനങ്ങനെ വല്ലാതെ വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അകത്ത് ഷീറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. വലിയ വെയിലൊന്നും തട്ടാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം പിന്നെ വലിയ മോന് അച്ഛനും കൂടി പുറത്തേക്കൊന്ന് പോവുകയാണ്. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്കാണ്. അപ്പോൾ നമ്മളെ സ്ഥലം അടുക്കളയാണല്ലോ. അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ തകൃതിയായിട്ട് ഓരോ പണി നടക്കുകയാണ്. ചുക്കുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പായസത്തിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശർക്കരയൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിന് ഇനി നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ശർക്കര കൊണ്ടുള്ള ഒരു പായസമാണ്, അരിയിട്ടിട്ട്. അപ്പം അമ്പലത്തിൽ നിന്നൊക്കെ ഇങ്ങനെ അരി കിട്ടും. അപ്പോൾ അത് കുറേ ബാക്കി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു പായസം അമ്മ ഉണ്ടാക്കും. ഇത് മത്തനെലിശ്ശേരിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലാണ്. ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചു, ഒന്നാം പാലൊക്കെ ഒഴിച്ചു. പിന്നെ ലാസ്റ്റാണല്ലോ, രണ്ടാം പാൽ ഒഴിച്ചു. ലാസ്റ്റാണ് ഒന്നാം പാൽ ഒഴിക്കുക. അപ്പോൾ അതൊന്ന് തിളക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇത് വെള്ളം കൂടിയോ എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയം. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ ഒക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ചപ്പോൾ നല്ല കറക്റ്റ് പാകമായിരുന്നു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു ചെറിയ കുഞ്ഞു പൂച്ചയാണ്, നല്ല ഭംഗിയുള്ളൊരു പൂച്ചയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കൽ മാത്രമല്ലല്ലോ നടക്കുക, എല്ലാവിധ ചർച്ചകൾ നടക്കുന്നതും അപ്പോഴാണ്. നമ്മുടേതായ ഓരോരോ കാര്യങ്ങൾ പറയലും ഓരോരുത്തരുടെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കലും അപ്പോഴാണ്. നമുക്ക് ആകെ കിട്ടുന്നത് ഒരു ദിവസമാണ്. അതിൽ വരുമ്പോഴേക്കേ നേരം കുറച്ചാവും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് പോകാനുമായി. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന ഈ ഒരു സമയത്തെ നമുക്ക് വർത്താനം പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒത്തുകൂടി മേശയുടെ മുകളിൽ ഇരുന്ന് വട്ടത്തിലിരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറയുകയാണ്. അപ്പോൾ ചോറുണ്ണലും അതിൻ്റെ കൂടെ കഴിയും. അപ്പോൾ ഏട്ടനും ബാക്കിയുള്ളവരൊക്കെ ചോറുണ്ണൽ നേരത്തെ കഴിഞ്ഞു. ഏട്ടന് പിന്നെ കൃത്യസമയത്തിൻ്റെ ആളാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇരിക്കുമ്പോൾ പിന്നെ കുറച്ച് വൈകി. അപ്പോഴേക്കും പിന്നെ ഏട്ടനും ചെറിയ മോനൊക്കെ ഭക്ഷണം കഴിച്ച് നീറ്റ് പോയി. അച്ഛനും ഒക്കെ കുറച്ച് വഴുകി വരാൻ. അപ്പോൾ പിന്നെ അവരൊരുമിച്ചിരുന്നു. അപ്പോൾ എല്ലാവിധ കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി ഓരോരോ കറികൾ ഉണ്ടാക്കുമ്പോൾ അന്ന് ഒരുപാട് കറികൾ ഉണ്ടാവും. അപ്പോൾ ഇത് കാച്ചിയ മോരാണ്, ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന മോരാണ്, കുപ്പിയിലാക്കിയിട്ട്. നല്ല അടിപൊളി മോരാണ്. അപ്പം ഇങ്ങനെ രസമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓരോരോ വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ പറയണം. അതിൻ്റെ ഇടയിൽ ഓരോ തമാശകളൊക്കെ പറയും. എൻ്റെ യൂട്യൂബിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. വ്യൂ ഇല്ല, ഒന്നും ലേണിങ്സ് ഇല്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവർ ഇന്നെ കളിയാക്കുകയാണ്. അപ്പോൾ ഞാനതിന് ഉത്തരം അപ്പോഴേ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, നമുക്ക് ഒരു സന്തോഷം. ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനും വേണ്ടേ നമുക്കൊരു കഴിവ്. അതിപ്പോൾ എല്ലാവർക്കും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് കൊണ്ടിട്ടുള്ള ഒരു ചാനലിൻ്റെ ഇതല്ല അത്.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും അങ്ങോട്ടൊക്കെ തർക്കിച്ച് കയറുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ അടുത്തുള്ളൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ പുതിയൊരു വീടാണ്. അപ്പോൾ അവിടുത്തെ ചെടിയൊക്കെ വെച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോയി. നല്ല അടിപൊളി ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെടിയൊക്കെ കണ്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നു. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അനിയൻ്റെ ഭാര്യയൊക്കെ കോളേജിൽ പോയതായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ രാജി ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ മാവൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാജിശ്രീ എന്നാണ് പേര്, രാജിന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ അവളാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാരണം അത് ഒന്ന് പൊന്തിയൊക്കെ കിട്ടണ്ടേ, അപ്പോഴല്ലേ ആ ഒരു പൊക്കവടയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ പൊക്കവട വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പണിയും കൂടിയാണ്. വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ ഒന്നിനും നിൽക്കാറില്ല, വേഗം പോവാറാണ്. ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോവും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ നിന്നു. അപ്പം നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്നത്തെ ഒരു ദിവസം. കാരണം എല്ലാവരും ഒത്തുകൂടി. നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും ഒത്തുകൂടണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റാത്തൊരു സമയമാവും. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിയാവും. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പക്കവടയ്ക്കൊക്കെ ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിരിയും കളിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് അണ്ടിപ്പരിപ്പ് കൊണ്ടുള്ള പക്കവടയാണ്. ഇതിവിടെ അങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എവിടെയോ പോയപ്പോൾ അച്ഛൻ കഴിച്ചതാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിതുവരെ ഇത് കഴിച്ചിട്ടില്ല, അണ്ടിപ്പരിപ്പിൻ്റെ പക്കവട. അണ്ടിപ്പരിപ്പിൽ ഈ തന്നെ കടലമാവ്, അരിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള മാവിൽ അണ്ടിപ്പരിപ്പും കുറച്ച് നെയ്യും ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പക്കവട, പിന്നെ ഉള്ളി വട, പിന്നെ സാധാരണ പക്കവട, പിന്നെ അങ്ങനെ 4 ഐറ്റംസ്, ചിക്കൻ പക്കവട, അങ്ങനെ 4 വിധത്തിലുള്ള സ്നാക്സുകളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഒരു 7-7:30 മണി വരെ ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു പണി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രിയത്തെ ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് പോകുന്നത്. കാരണം പിന്നെ വീട്ടിലെത്തിയിട്ട് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല. നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും പിന്നെ കിട്ടില്ല. നേരത്തെ പോയാലല്ലേ നമുക്ക് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സാണ്. മോളും ഒക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുക്കുന്ന കാണുമ്പോൾ അവളും എടുക്കുകയാണ്. അപ്പോൾ ഇതും എൻ്റെ ചെറിയ മോനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ വീഡിയോക്കൊക്കെ അത്ര ഷെയ്ക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ കൈ ഇളക്കിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ട്രൈപോഡൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, അപ്പോൾ അവ എടുക്കുന്നതാണിത് മുഴുവനും. അപ്പോൾ നന്നായിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളെ കുടുംബം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല അതെടുക്കുന്നത്. ഇതിന് കണ്ടൻറ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും കൂടി നിങ്ങളിതിൽ പറയണം. അപ്പോൾ ഇതാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് പക്കവട. ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നെയ്യ് ചേർക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് പിന്നെ രാജിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, ഞാനൊന്നുമല്ല. ഈ ഉള്ളിവട മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പക്കവടകളും രാജി തന്നെയാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ ഭയങ്കര ചൂടാണ്, ചൂടല്ലെങ്കിലേ ഉണ്ട്, അതിൻ്റെ കൂടെ തീൻ്റെ ചൂടും കൂടി ആയപ്പോൾ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം കണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ, അല്ലെങ്കിൽ ഇവനൊന്നും കോളേജിലേക്ക് പോയിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടിയിട്ടുള്ളൊരു ദിവസമായി. അത്രയും സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. മറ്റേത് ആരെങ്കിലും ഒരാൾ കണ്ണുണ്ടാവില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവാതെ വരും. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് ആ ഒരു ദിവസം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും ഉണ്ടാക്കി, അതിൻ്റെ കൂടെ തിന്നണമുണ്ട്, എണ്ണം കുറയണുണ്ട്. ചിക്കൻ പക്കവട ഉണ്ടാക്കിയപ്പോൾ പിന്നെ എണ്ണം പെട്ടെന്ന് കുറഞ്ഞു വന്നു. ഇതൊന്നും ഇപ്പോൾ വലിയൊരു ഇതില്ല ആർക്കും. ചിക്കൻ പക്കവടയാണ് എണ്ണം വല്ലാതെ കുറഞ്ഞു പോയത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഉള്ളിവടയൊന്നും പിന്നെ അധികം ഉണ്ടാക്കിയിട്ടില്ല, അതിനൊക്കെ കുറച്ച് സമയം എടുക്കണം. അപ്പോൾ പിന്നെ കുറച്ച് എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എടുക്കണമല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചു തരികയാണ്. നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ മാവ് കൂട്ടുന്ന അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതേമാതിരി മാവ് കുറച്ച് മുമ്പേ നമ്മൾ കലക്കി വെക്കണം, എങ്കിലേ അതിനൊന്ന് ഒരു പഫി ആയിട്ട് കിട്ടുള്ളൂ. ഉള്ളിവട അത്ര നന്നായോ എന്നൊന്നും പറയാൻ വയ്യ, എന്നാലും നമ്മൾക്ക് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ അത്ര കൂടുതൽ നന്നാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാം കൂടി നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ തമാശകളും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ദിവസം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് നമുക്ക് ഒരു കൂട്ടുകുടുംബത്തിന് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.